നീ നിന്റെ അമ്മയെ അടുത്ത് വിളിച്ചിറക്ക്. എന്നാന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവും. നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കങ്ങ് മനസ്സിലായിക്കോളൂ കേട്ടോ. നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തികേടായിട്ട് വല്ലതും വന്നാൽ നമ്മുടെ കയ്യിലാണ് അതിന്റെ സ്വിച്ച് ഇരിക്കുന്നത്. കട്ട് ചെയ്യാൻ പഠിക്കണം. അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത്? കരണക്കുറ്റിക്ക് തല്ലില്ല വേണ്ട. അങ്ങനെ ജസ്ന സലീം പുതിയ ചില പരിപാടികളുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ജസ്ന സലീം ആരാണ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഒരു കാലത്ത് ശ്രീകൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്ന മുസ്ലിം പെൺകുട്ടി എന്ന രീതിയിൽ പേരെടുത്ത ഒരാളായിരുന്നു ഈ പറയുന്ന ജസ്ന സലീം. പിന്നീട് അങ്ങോട്ട് ആ രീതിയിൽ പ്രശസ്തി ആർജിച്ചപ്പോ ഗുരുവായൂർ അമ്പല നടയിൽ ചെന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാൻ തുടങ്ങി. അതോടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ വെറുക്കുന്ന ഒരു കഥാപാത്രമായി ജസ്ന സലീം മാറി എന്നുള്ളതാണ്. എന്തായാലും ഇത്രയൊക്കെ ആയിട്ടും പുള്ളിക്കാരുടെ പ്രഹസനങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവില്ല കേട്ടോ. ഇപ്പോഴും ആള് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രഹസനങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്, അതൊരു സൈഡിൽ കൂടെ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അതൊന്നും ആൾക്കാർ പണ്ടത്തെ പോലെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രം. എന്തായാലും ആളുകളൊന്നും പഴയ പോലെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പം പുള്ളിക്കാരി പുതിയൊരു പരിപാടിയുമായി രംഗപ്രവേശനം ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇപ്പോഴത്തെ ജസ്ന സലീമിന്റെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ചിത്രം വരയ്ക്കലാണല്ലോ. അങ്ങനെ വരയ്ക്കുന്ന ചിത്രം വിറ്റ് അത് വച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് പുള്ളിക്കാരി ജീവിച്ചു പോകുന്നത്. അപ്പൊ താൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ വിൽക്കാൻ വേണ്ടി പുള്ളിക്കാരി തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ നമ്പർ പബ്ലിക് ആക്കിയിട്ടുണ്ട്. ആ നമ്പർ വഴി ആര് കോൺടാക്ട് ചെയ്താലും ജസ്ന സലീമിനെ കണക്ട് ആകും. അപ്പൊ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഒരു പെണ്ണിനെ തന്റെ നമ്പർ പബ്ലിക് ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ നമ്പറിലേക്ക് ആണുങ്ങൾ വിളിക്കും അല്ലേ? പലരും എന്തിനായിരിക്കും വിളിക്കുന്നത്? ഒന്ന് സൊള്ളാനും രണ്ട് കോഴി വർത്താനും പറയാനും വേണ്ടിയിട്ടായിരിക്കും. അത് സ്വാഭാവികമാണ്. എന്തായാലും ജസ്ന സലീമിന്റെ ഫോണിലേക്കും അത്തരത്തിലുള്ള പല കോളുകളും വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ ജസ്ന സലീം ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനെ വരുന്ന കോളുകളൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്യും അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. എന്നാൽ അത് സോഷ്യൽ മീഡിയ വഴി പബ്ലിക് ആക്കും. ഇതാണ് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ജസ്ന സലീമിന്റെ പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും പുള്ളിക്കാരി പബ്ലിക് ആക്കിയ ഒരു വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടോക്കാം. എന്താ പറഞ്ഞോളൂ. സംസാരിക്കാൻ താല്പര്യമില്ലേ? ഞാൻ എന്തിനു താങ്കളോട് സംസാരിക്കണം? ഓക്കെ, എന്റെ വീഡിയോ അനേക ആൾക്കാർ കാണുന്നുണ്ട്. അത് അവിടെ കിടക്കട്ടെ. എന്നെ നിരന്തരം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? സംസാരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടല്ലേ വിളിക്കുന്നത്. പറഞ്ഞോളൂ, എന്താ സംസാരിക്കാൻ താല്പര്യമുള്ള കേൾക്കാം ഞാൻ. അങ്ങനല്ല, ഞാന് എങ്ങനല്ല? എനിക്ക് തന്നെ ഇഷ്ടമാണ്. അതെയോ? എത്രത്തോളം ഇഷ്ടം? ഒരുപാട്. ഒരുപാട് എന്ന് വെച്ചാല് ഒരുപാട് ഇഷ്ടമാണ്. ഈ ഒരുപാടിനൊരു കണക്കില്ലേ? കാക്കത്തൊള്ളായിരം ഇഷ്ടം എന്നൊക്കെ പറയും പോലെ ആ ഇഷ്ടം എത്രയാ? അതിനേക്കാൾ കൂടുതല്. ആണോ? വീട്ടിൽ ഭാര്യ ഉണ്ടോ? ഇല്ല. അമ്മയുണ്ടോ? ഉണ്ട്. അമ്മനോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അമ്മയെ ഇഷ്ടാണെന്ന്? ഇങ്ങോട്ട് എന്തിനാണ് അമ്മനെ വലിച്ചയക്കുന്നത് ജസ്ന സലീമേ? അയാൾക്ക് തന്നോട് ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ഇഷ്ടമല്ലെങ്കിൽ അങ്ങ് ഇല്ലാന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാണ് അമ്മനോട് ഇഷ്ടമാണെന്നൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ പോകുന്നത്? ഒരാൾ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നതും അമ്മനെ ഇഷ്ടപ്പെടുന്നതും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. അത് കമ്പയർ ചെയ്യാനും ഒക്കത്തില്ല. രണ്ടും അൺകമ്പയറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാവരും എല്ലാ പെണ്ണുങ്ങളെയും അമ്മമാർ ഇഷ്ടപ്പെടുന്ന പോലെ ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാണെങ്കിൽ പിന്നെ ഇവിടെ ആരും കല്യാണം കഴിക്കലുണ്ടാവില്ല. അപ്പൊ ആ ലെവലിലേക്കൊന്നും അതിനെ വലിച്ചൊടിച്ച് കൊണ്ടുപോകാൻ നോക്കല്ലേ ജസ്ന. എന്തായാലും ബാക്കി കേട്ടോക്കാം. തീർച്ചയായിട്ടും. ആണോ? അമ്മയുടെ നമ്പർ തരാൻ പറ്റുമോ? നമുക്ക് നമ്പർ ഇല്ല. എന്നാലേ ഈ നമ്പർ ഇവിടെ ഇറക്കിയിട്ട് കാര്യമല്ല. ഇറക്കിയിട്ട് ഒരു കാര്യമില്ലാത്തൊരു സംഭവമാണ്. നീ നിന്റെ അമ്മയെ അടുത്ത് വിളിച്ചിറക്ക്. എന്നാന്നുള്ളത് നിനക്കിപ്പം മനസ്സിലാവും. നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഞാനിത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിനക്കങ്ങ് മനസ്സിലായിക്കോളൂ കേട്ടോ. നിന്റെ വീട്ടിൽ കിടക്കുന്ന നിന്റെ അമ്മ അയാളെ വെച്ചിട്ട് പോയി. നൈസായിട്ട് അയാളെ തള്ളക്ക് വിളിച്ച് ആട്ടി വിട്ടുവെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് പബ്ലിക് ആക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് എനിക്ക് ജസ്ന സലീമിനോട് ചോദിക്കാനുള്ളത്. നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ നമ്പർ പബ്ലിക് ആക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോളുകൾ വരുന്നത് സ്വാഭാവികമാണ്. അപ്പൊ അതിന് ആ രീതിയിൽ ഡീൽ ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്പർ പബ്ലിക് ആക്കാൻ നിൽക്കരുത്. ഇത്തരം കോളുകൾ വരുന്ന സമയത്ത് ജസ്നക്ക് എന്ത് ചെയ്യാമായിരുന്നു? കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ കോൾ കട്ട് ചെയ്യാമായിരുന്നു. ഇനി അങ്ങനെ കട്ട് ചെയ്തിട്ടും അറ്റൻഡ് ചെയ്യാതിരുന്നിട്ടും അയാൾ നിരന്തരമായി വിളിക്കുന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വിടാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അയാളെ വിളിക്കുമ്പോഴേക്കും അത് റെക്കോർഡ് ചെയ്ത് പബ്ലിക് ആക്കാന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു തരത്തിലും അങ്ങ് അംഗീകരിക്കാൻ പറ്റാത്ത പോലെ. അയാൾ എന്തെങ്കിലും ലൈംഗിക ചുവയോടെ അവിടെ മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും ഓക്കെ, അത് പബ്ലിക് ആക്കാം. പക്ഷെ ഇവിടെ ജസ്റ്റ് അയാളെ പ്രപ്പോസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിന് ആ രീതിയിൽ കണ്ട് ഒഴിവാക്കി വിടാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല കേട്ടോ. ഇനിയും ഒരുപാട് കോളുകൾ ജസ്ന സലീം ഇതേപോലെ പബ്ലിക് ആക്കുന്നുണ്ട്. അതിൽ അടുത്തൊരു കോളും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം. എനിക്കിഷ്ടമായി. ആണോ? ആണോ? ഇഷ്ടപ്പെട്ടോ? അപ്പൊ എന്നിട്ട് കല്യാണം ആലോചിക്ക? ആര്? ഞാനോ?
ഞാൻ നിന്റെ അച്ഛനാണ് സത്യം, ഞാൻ കല്യാണം കഴിച്ചില്ല. എന്റെ അച്ഛനാണ് സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളുടെ അച്ഛനെ വിളിച്ച് സത്യം പറയും. അങ്ങനല്ലല്ലോ, ഞാൻ എന്തൊക്കെയാണ് ദോഷം വരും? ഇയാള് എന്നെ സ്നേഹിക്കുന്നുണ്ടെ ഞാൻ ഇയാളുടെ അച്ഛനല്ലേ പറയേണ്ടത്? അയ്യോ, ആ ഇന്നലെ വീഡിയോ കണ്ടപ്പോ ഒരു ക്രഷ് തോന്നി. അത്രോ ഓഫ്, ക്രഷ് തോന്നി പോലും, അതും ഇവളോടൊക്കെ. എന്ത് കണ്ടിട്ടാണാവോ എന്തോ. എന്തായാലും ഇവളോടൊക്കെ ക്രഷ് തോന്നാൻ മാത്രമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരുത്തർക്കും ഓരോരോ സൗന്ദര്യബോധമാണല്ലോ. ഞാൻ ഇവളെ ഇകഴ്ത്തി കെട്ടുകയല്ലേ കേട്ടോ. ഞാൻ ഇവളുടെ സൗന്ദര്യത്തെ താഴ്ത്തി കെട്ടിയതുമല്ല. ഇവളീ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ കണ്ടിട്ടും ഇവളോട് ക്രഷ് തോന്നാൻ ആൾക്കാരുണ്ടല്ലോ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ആരും ജസ്ന സലീമിന്റെ സൗന്ദര്യത്തെ ഞാൻ ഇടിച്ചു താഴ്ത്തി എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കേണ്ട. ഓരോരുത്തർക്കും അവരുടേതായ സൗന്ദര്യമുണ്ട്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ആണോ? ആണല്ലേ? അപ്പൊ അമ്മനെ കാണാൻ എങ്ങനെയുണ്ട്? അല്ല, എന്റെ അർത്ഥത്തിലെ തന്നെ ഞാൻ വിശ്വസിക്കാൻ പബ്ലിക്കായിട്ടൊരു വീഡിയോസ് ഇട്ടിട്ടാണ് കോണ്ടാക്ട് ചെയ്തേക്കുന്നത്. അതെയോ? തന്നെ അമ്മേനെ കാണാൻ സുന്ദരിയാണോ? ഇവളെന്തോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അമ്മനെ കയറി പിടിക്കണത്. നേരത്തെ കോള് നമ്മൾ കണ്ട് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അമ്മനെ കയറി പറയും. ഇപ്പോഴിതാ വീണ്ടും അമ്മനെ പറയുന്നു. എല്ലാരോടും ഇതന്നെയാണ് സ്വഭാവം എന്ന് തോന്നുന്നു. ഇവൾക്ക് ആരോ അമ്മയില് കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അപ്പ അമ്മനെ വിളിക്കാൻ തുടങ്ങും. ഇഷ്ടം. ബാക്കി കണ്ടോക്കാം. ചോദിച്ചതാ. അല്ല, നാട്ടിലുള്ള പെമ്പിള്ളേരെയൊക്കെ നിനക്ക് സുന്ദരിയായിട്ട് തോന്നുമ്പോ നിന്റെ അമ്മേനെ സുന്ദരിയായിട്ട് നിനക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. അവ നാട്ടിലുള്ള എല്ലാ പെമ്പിള്ളേരും സുന്ദരികളാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. നീ സുന്ദരിയാണെന്നല്ല ജസ്ന സലീമ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ മറുപടി കൊടുത്താൽ പോരെ. എന്തിനാണ് നീ സുന്ദരിയാണെന്ന് പറഞ്ഞത് നാട്ടിലുള്ള പെൺകുട്ടികളെല്ലാം സുന്ദരിയാണെന്നുള്ള രീതിയിലാക്കി തീർക്കുന്നത്? അല്ലെങ്കിൽ വളച്ചൊടിക്കാൻ നീ ഫസ്റ്റ് ആണല്ലോ ജസ്ന. ബാക്കി ആണ്ടൊക്കെ എന്തായാലും. ആണോ? നീ അത്രക്ക് സുന്ദരനാ? എന്നാലേ നായിന്റെ മോനെ, നീ വിളിക്കുന്നതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരു നമ്പർ ഇട്ടിക്ക് എന്ന് വിചാരിച്ചിട്ട് കണ്ട പെണ്ണുങ്ങൾക്ക് ശാലീന സുന്ദരിയാണ് ഇടക്ക്. ഇടോ, ഞാൻ പറയുന്നത് കേക്കടാ, കേട്ടുക്കോ. ഞാൻ പറയുന്നത് കേട്ടാ മതി, നീ ഇങ്ങോട്ട് ചെലക്കാൻ വരണ്ട. എന്ത് പിന്നേന്ന്? ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ ഇട്ടത് ഫോട്ടോക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിന്നെ പോലുള്ള കോഴികൾക്ക് ശാലീന സുന്ദരിയാണ് ഇതാക്കാനല്ല. എടാ, നിന്റെ നമ്പർ സഹിതം ഇപ്പൊ പോസ്റ്റ് ചെയ്യുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരടാ. നീ എന്താടാ വിചാരിച്ചത്? എല്ലാ പെണ്ണുങ്ങളും നിന്റെ അമ്മനെ പോലെയാണെന്ന് വിചാരിച്ചോ? നീ വെക്കണ്ട. നീ എന്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ഒന്ന് എടുത്ത് നോക്ക്. നിന്റെ നമ്പർ സഹിതം ഞാൻ ഡീറ്റെയിൽ അങ്ങ് കൊടുത്തോളാം കേട്ടോ. അല്ലടാ, നിന്റെ അമ്മന്റെത് പോയി ചോദിക്ക്, എന്റേത് ചോദിക്കാണ്ട്. കിട്ടാനുള്ള കിട്ടിയപ്പോൾ ആള് വെച്ചിട്ട് പോയി. പക്ഷെ ഇതും എടുത്ത് ജസ്ന സലീം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കേട്ടോ. ഇപ്പോഴുള്ള ജസ്ന സലീമിന് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഫുൾ ഇങ്ങനെ ആണുങ്ങളുമായിട്ട് സംസാരിക്കുന്ന വീഡിയോകളാണ് കാണാൻ സാധിക്കുന്നത്. ഇത് പുള്ളിക്കാരൊരു തൊഴിലായിട്ട് എടുത്തതാണെന്ന് തോന്നുന്നു. ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ആണെങ്കിൽ ഓക്കെ, 2 വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഓക്കെ, ഒരു 10-15 വീഡിയോ പോസ്റ്റ് ആണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാം. എന്തോ ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്താണെങ്കിൽ തന്നെ നെഗറ്റിവിറ്റി മാറും, താൻ മാസാകും എന്നുള്ളതായിരിക്കും ജസ്ന സലീമിന്റെ വിചാരം. അതുകൊണ്ടായിരിക്കും നിരന്തരമായി ഇത്തരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു പരിധി വരെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമുക്ക് ആസ്വദിക്കാം അല്ലേ. ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റും. പക്ഷെ ഇതന്നെ ഒരു തൊഴിലാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ഒറ്റ ഞെക്കല് കട്ട് ചെയ്ത് വിടാവുന്ന കോളുകളേ ഉള്ളൂ ഇതെല്ലാം. അതിനെ പറയാവുന്നതെല്ലാം മാക്സിമം പറയിപ്പിച്ചിട്ട് അവസാനം അത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എന്താ ഇതിനൊക്കെ പറയാല്ലേ. എന്തായാലും ജസ്നയെ പോലുള്ള ആളുകൾക്ക് നമ്മുടെ പ്രിയങ്ക ചേച്ചി നല്ല കിടിലനായിട്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഈ നിൽക്കുന്ന നിങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് സ്നേഹമായിട്ടാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ കണ്ണീന്ന് ഒരു മുഖം മാറിയാൽ ഞാൻ നല്ലത് പറയും. പോടാ എന്ന് പറയാനുള്ളത് എനിക്കുണ്ട്. ആ ആർജവ സ്ത്രീകൾക്ക് വേണം. ഇഷ്ടമുണ്ടോ? നിങ്ങൾ പോയിക്കോ. ഇഷ്ടവും പ്രണയവും കാര്യങ്ങളൊക്കെ ജീവിതത്തിലുള്ളതാ. അതൊന്നും ആർക്കും മാറ്റിവെക്കാൻ സാധിക്കില്ല. അതില്ലെങ്കിൽ ഒരു മനുഷ്യനില്ല. ഈ സ്ത്രീയെ ഞാൻ സ്നേഹിക്കുന്നത് ചിലപ്പോൾ പാട്ടായിരിക്കും, പൂക്കളയായിരിക്കും. പ്രേമവും സ്നേഹമൊക്കെ ജീവിതത്തിലുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴി എന്താണോ അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക. അതല്ലേ നിങ്ങൾ ആണുങ്ങൾ എന്താ കുറ്റം ചെയ്തിട്ടുള്ളത്? ഈ നമ്പർ ഒരാൾക്ക് ഒരു ഫോൺ നമ്പർ കിട്ടിയാലേ സംസാരിക്കുള്ളൂ. ഈ നമ്പർ ആകാശത്ത് മഴത്തുള്ളി പോലെ വീഴുന്നതല്ല, ഒരു സ്ത്രീ കൊടുക്കുന്ന നമ്പറാ അല്ലേ. കൊടുക്കുന്ന നമ്പർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൃത്തികേടായിട്ട് വല്ലതും വന്നാലേ നമ്മുടെ കയ്യിൽ അതിന്റെ സ്വിച്ച് ഇരിക്കുന്നത് കട്ട് ചെയ്യാൻ പഠിക്കണം. അതും കേട്ട് മുഴുവനും നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ച് അവസാനം അതിന്റെ പുറകെ പോകുന്നതിന് എന്താ പറയേണ്ടത്? കരണക്കുറ്റിക്ക് തല്ലല്ലേ വേണ്ടേ പെണ്ണിന്? വേണ്ടേ? ഞാൻ ആ അഭിപ്രായത്തിൽ നിൽക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് നിങ്ങൾ ആണുങ്ങൾ കുറ്റം ചെയ്യുന്നവരുണ്ട്, അവരെ ശിക്ഷിക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ സ്പോട്ടിൽ പറയാതെ തോന്നുമ്പോൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ എനിക്ക് യാതൊരു എന്താ പറയാ ഒരു കാര്യം ഞാൻ നിൽക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളിലുള്ള എല്ലാവർക്കും അമ്മയുണ്ട് ഇല്ലേ, മക്കൾ വളർന്നു വരുന്നുണ്ട്, ഭാര്യയുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത പുരുഷന് എത്ര അനുഭവിക്കും?
അതാണ് ജസ്നിയെ പോലുള്ള ആളുകൾക്ക് അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ പ്രിയങ്ക ചേച്ചി മറുപടി പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരാൾ മോശമായി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാണെങ്കിൽ പറ്റില്ലെങ്കിൽ അങ്ങ് കോള് കട്ട് ചെയ്ത് പോകണം, എന്നിട്ടും അയാളെ വെറുപ്പിക്കുകയാണെങ്കിൽ അങ്ങ് ബ്ലോക്ക് ചെയ്തോളണം. അല്ലാതെ ഇങ്ങനെ അയാളെ കൊണ്ട് പറയിപ്പിക്കാനുള്ളതെല്ലാം പറയിപ്പിച്ചിട്ട് അവസാനം അത് കോൾ റെക്കോർഡ് ചെയ്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആന ചെറ്റത്തരാണത്. ജസ്ന സലീം ഇതുവരെ ചെയ്തത് ഓക്കെ, ഇനി ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ ജസ്ന സലീം പുറത്ത് വിടുന്ന ഒട്ടുമിക്ക വോയിസ് റെക്കോർഡുകളും ജസ്ന സലീമിനെ പ്രപ്പോസ് ചെയ്തുകൊണ്ട് വരുന്ന കോളുകളാണ്. അത്തരം പ്രപ്പോസലിനോട് താല്പര്യമില്ലെങ്കിൽ നോ പറഞ്ഞ് അങ്ങ് കട്ട് ചെയ്ത് പോവാം. അതാണ് മാന്യമായ സ്ത്രീ ചെയ്യേണ്ടത്. അല്ലാതെ ഒരാൾ പ്രപ്പോസ് ചെയ്യുമ്പോഴേക്കും അയാൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കല്ല വേണ്ടത്. ഓക്കെ, ഒരാൾ പ്രപ്പോസ് ചെയ്തു, അത് നിരസിച്ചതിന് ശേഷം അയാൾ ലൈംഗികപരമായിട്ട് എന്തെങ്കിലും സംസാരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുന്നതിന് കുഴപ്പമില്ല, നമ്മൾ അതിനൊക്കെ സപ്പോർട്ടാണ്. പക്ഷെ പ്രപ്പോസ് ചെയ്യുമ്പോഴേക്കും അയാൾ അമ്മനെ വിളിക്കുക, അത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വളരെ മോശമാണ് കേട്ടോ. ഇതൊന്നും കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.